നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തനായ നേതാവിനെ കളത്തിലിറക്കിയിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി അംഗം M സ്വരാജ് ഇടതുപക്ഷ മുന്നണിയെ പ്രതിനിധീകരിച്ച് മത്സരത്തിനിറങ്ങും. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം MV ഗോവിന്ദനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. വാക്കുകളിലേക്ക്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLA-യും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ സഖാവ് M സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. ഏറ്റവും ഉജ്ജ്വലമായ ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നടക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് പാർട്ടി സഖാവ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നിശ്ചയിച്ചത്. ഇപ്പോൾ സ്വരാജിനെ അവിടെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വോട്ടർമാരോടോ ജനങ്ങളോടോ ഇതാണ് സ്വരാജ് എന്ന് പറയുന്ന യാതൊരു കാര്യമില്ല. സ്വരാജ് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ അവിടെ പരിചിതനാണ്. സ്റ്റെഫിനോട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സ്റ്റെഫിൻ, വളരെ വലിയ ചർച്ചകൾക്ക് ശേഷമാണ് M സ്വരാജിന്റെ പേര് തീരുമാനിക്കപ്പെടുന്നത്. നിലമ്പൂരുകാരനെന്ന പരിഗണനയാണോ കൂടുതലായി സ്വരാജിലേക്ക് ഒരു തീരുമാനം വരാൻ കാരണം, അതോ ആര്യാടൻ ഷൗക്കത്തിന് ഒത്ത എതിരാളി അല്ലെങ്കിൽ കർക്കശ നിലപാടുകളുമായി സജീവമായി രാഷ്ട്രീയവേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളെന്ന പരിഗണനയാണോ? ദിവിഷ്, ഏതായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പോരാട്ടവും അതോടൊപ്പം തന്നെ PV അൻവർ എന്ന മുൻ ഇടത് സ്വതന്ത്രന് നൽകുന്ന ഒരു മറുപടിയുമായി കൂടിയാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ നിർത്തണം എന്നുള്ളതായിരുന്നു CPM-ന്റെ ഒരു പിടിവാശി. അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. കാരണം നിലമ്പൂരിൽ ഒന്നാം സ്ഥാനത്ത് സ്വരാജ് തന്നെയായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. സ്വരാജിനപ്പുറത്തേക്ക് ചിന്തിച്ചു പോകാൻ പാർട്ടിക്ക് മറ്റൊരു സ്ഥാനാർത്ഥി മുന്നിലില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായ ഒരു മത്സരം അവിടെ കാഴ്ചവെക്കണം എന്നുള്ളതാണ് പാർട്ടിയുടെയും മുന്നണിയുടെയും ഒരു നിലപാട്. കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ഈ മറ്റ് ഇതര LDF-ലെ പാർട്ടികളുമായി പലതരത്തിലുള്ള ആശയവിനിമയം നടത്തുമ്പോഴും അവിടെ ഒരു പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടാകണം എന്നുള്ളതാണ് മറ്റ് പല പാർട്ടികളും CPM-നോട് പറഞ്ഞിരുന്നത്. ആ ഒരു തീരുമാനത്തിലേക്ക് തന്നെ സംസ്ഥാന നേതൃത്വവും എത്തിച്ചേരുകയായിരുന്നു എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. കാരണം ആര്യാടൻ ഷൗക്കത്ത് ഒരു UDF-ൽ നിൽക്കുന്നു, ഒപ്പം തന്നെ അൻവർ ഉയർത്തുന്ന ഭീഷണിയുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ മത്സരം അവിടെ കാഴ്ചവെക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കേരളത്തിൻ്റെ CPM-ന്റെ ഒരു മുഖമായ ഒരു നേതാവിനെ അവിടെ നിർത്തണം. അത് M സ്വരാജ് ആണ് എന്ന് പാർട്ടി തിരിച്ചറിയുന്നു. ആദ്യഘട്ടത്തിൽ M സ്വരാജ് അവിടെ മത്സരിക്കാൻ ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു CPM-ന്റെ ഒരു കണക്കൂട്ടൽ. സ്വരാജിനും അത്തരത്തിൽ വലിയൊരു താല്പര്യം അവിടെ മത്സരരംഗത്തേക്ക് വരുന്നതിനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സംഘടന ചുമതല ഏറ്റെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് അദ്ദേഹം പോയത്. അത് വളരെ മുമ്പ് തന്നെ പോയിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ പോയിരുന്നു. കുടുംബയോഗങ്ങളും മറ്റ് താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തനവുമായി അദ്ദേഹം അവിടെ സജീവമായി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ കാലാവധി നീണ്ടത്. അതിനുശേഷം ഏറ്റവും പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് CPM-നെ എത്താൻ കഴിഞ്ഞു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റ് പൊതു സ്വതന്ത്രരെല്ലാം തന്നെ പരിഗണിച്ച് എങ്കിൽ പോലും പാർട്ടി ചിഹ്നത്തിൽ അവിടെ ഒരു സ്ഥാനാർത്ഥി വരുന്നതാണ് നല്ലത് എന്ന് CPM സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു. അത് മലപ്പുറത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് അവിടെ മത്സരിക്കണം, നാട്ടുകാരൻ തന്നെ മത്സരിക്കണം എന്ന CPM നേതൃത്വത്തിൻ്റെ ഒരു പിടിവാശി തന്നെയാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. ഏതായാലും വലിയ വാശിയേറിയ മത്സരം നിലമ്പൂരിൽ ഇതോടുകൂടി സാധ്യമാവുകയാണ്. ശരിയാണ്. എന്തായാലും നിലമ്പൂരിൽ കളം ചൂടുപിടിക്കുന്നു എന്ന് തന്നെ വ്യക്തമാകുന്നു. അങ്ങനെ രണ്ട് സ്ഥാനാർത്ഥികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് ആര്യാടൻ ഷൗക്കത്തും മറുഭാഗത്ത് M സ്വരാജും നിലയുറപ്പിക്കുകയാണ്. ഇനി ആരെങ്കിലും പുതുതായി രംഗപ്രവേശനം ചെയ്യുമോ എന്ന് ഇനി മണിക്കൂറുകൾ കൊണ്ട് തിരിച്ചറിയാനുള്ള ഒരു കാര്യമാണ്.